എത്ര ആളുകൾക്ക് കടമുണ്ട് ഈ മജ്‌ലിസിൽ? ഒരുപാട് ആളുകൾക്കല്ലേ കടയില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ഉണ്ടാവുമായിരിക്കില്ലേ? കടയില്ലാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടോ? ഉണ്ടാവുമായിരിക്കും. 4 ആളുകൾക്ക് കടമുണ്ടല്ലേ? ഒരുപാട് ആളുകൾക്ക് കടമുണ്ട്. സുബ്ഹാനല്ലാഹ്. 10,000 കടമുള്ള, ചുരുങ്ങിയതൊരു 10,000 കടമുള്ള ആൾക്കാരുണ്ടാവൂലേ? പോട്ടെ, 1000 കടമുള്ള ആളുകൾ അതുപോലും വീട്ടാൻ പറ്റാത്ത ആളുകൾ അങ്ങനൊക്കെ ഉണ്ടോ? 1000 കടമൊക്കെ സിമ്പിളായിട്ട് വീട്ടിക്കൂടെ? ഇല്ല മുഅ്മിനീങ്ങളെ, അതുപോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ലോകത്ത്. ചിലപ്പോ 1000 ചില ആളുകളുടെ മുന്നിൽ ചിലപ്പോൾ നിസ്സാരമായിരിക്കും, ചില ആളുകൾക്കത് ലക്ഷങ്ങളുടെ തുല്യമാണ്. 10 രൂപ നമ്മളെടുത്ത് കളയുന്ന 10 രൂപ ഉണ്ടല്ലോ, എടുത്ത് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ നിസ്സാരമായി കാണുന്നു. നമ്മളെടുത്ത് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായി കാണും, ചില ആളുകൾ നിസ്സാരമായി കാണും പൈസ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. 10 രൂപ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല. ഇപ്പോഴത്തെ തലമുറ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലും വിലപ്പെട്ടതാണ് ചില ആളുകൾക്ക്. അങ്ങനെ വേണം, നമുക്കൊക്കെ അത് വിലപ്പെട്ടതാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ കടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. ആ കടങ്ങൾ വീടാനുള്ള ദിക്റാണ് നമ്മൾ ചെല്ലണം. ഒരു 3 തവണ നമ്മൾ ചെല്ലി അൽഹംദുലില്ലാഹ്, എനിക്ക് 15 ലക്ഷം രൂപ കടമുണ്ട്, 30 ലക്ഷം രൂപ കടമുണ്ട്. ഒരുപാട് ആളുകളിലെ പല രീതിയിൽ കടങ്ങളുള്ള 30 ലക്ഷം, 15 ലക്ഷം, 10 ലക്ഷം കടകളുണ്ട്. ലക്ഷങ്ങൾ കടമുണ്ട്. ഉസ്താദേ, സങ്കടപ്പെടണ്ട. അല്ലാഹു തആല അത് മാറ്റിത്തരും. കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കരുത്. നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ദുആരക്ക. അല്ലാഹുവാണ് കടന്നത്, അല്ലാഹു തന്നെ അത് മാറ്റിത്തരണം. അതിനെന്താ വേണ്ടുള്ളത്? നമ്മളെപ്പോഴും ദുആരക്ക. ചില ആളുകൾ കടബാധിതയായിട്ട് ആത്മഹത്യ ചെയ്യും. എന്തിനപ്പോ ചെയ്യണേ? നിങ്ങൾ ആത്മഹത്യ ചെയ്ത എന്താ നിങ്ങൾക്ക് കിട്ടാ? കടം വീടാത്ത ശിക്ഷ വേറെ, ആത്മഹത്യ ചെയ്ത ശിക്ഷ വേറെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോ കടം വീടാൻ കയ്യിൽ പൈസ ഇല്ല, എന്തപ്പോ ചെയ്യാ? അല്ലാഹുവിനോട് ദുആരക്ക. ആത്മഹത്യ പരിഹാരമല്ല, ജീവിതം അല്ലാഹു നൽകിയത് നമ്മൾ ജീവിച്ച് അൽഹംദുലില്ലാഹ് കടങ്ങളൊക്കെ വീട്ടി കൊടുക്കുക. പറ്റാവുന്ന അത്രയും വീട്ടുക. അത്രയും കാലം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോവല്ലോ. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ. ഉണ്ടായിട്ടും കൊടുക്കാത്ത ആളുകളുണ്ടല്ലോ, കൊടുക്കാത്ത ആളുകള്, അവർക്കാണ് നാളെ നരകം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അങ്ങനെയുള്ള പ്രയാസങ്ങൾ നീ തരല്ലേ അല്ലാ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാന്നറിയോ? കടമില്ലാതെ ജീവിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. പടച്ചോനെ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കുടുംബങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്.